നല്ല മഴയൊക്കെ തുടങ്ങിപ്പോയി. അപ്പോൾ നമുക്കിനി കോഴി മക്കളെയൊന്നും പുറത്തിറക്കാൻ പറ്റൂല. അപ്പോൾ എല്ലാവരും കൂട്ടിൽ തന്നെയാണ്. അപ്പോൾ കൂടൊക്കെ നനഞ്ഞാൽ ഇവർക്ക് വേഗം തന്നെ തൂക്കം പിടിക്കും. അപ്പോൾ ഒന്നിന് വന്നാൽ എല്ലാവർക്കും വരും. അപ്പോൾ എല്ലാവരും നല്ലപോലെ ശ്രദ്ധിക്കട്ടെ ഈ ഒരു മഴക്കാലത്ത്. പിന്നെ നമ്മൾ എങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും നമുക്ക് കിട്ടാനുള്ള കോഴികളാണെങ്കിൽ നമുക്ക് കിട്ടും, അല്ലാത്തതാണെങ്കിൽ നമുക്ക് നഷ്ടപ്പെടും. അതൊന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കട്ടോ. അപ്പോൾ നമ്മൾ കോഴിക്കുട്ടികളെ വളർച്ചനായിട്ട് ബന്ധപ്പെട്ടിട്ടും ഒരുപാട് തീറ്റകൾ, മരുന്നുകൾ ഒക്കെ നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ന് അതിലൊന്നും പറയാത്ത ഒരു പുതിയ കാര്യമാട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ കോഴിക്കുട്ടികളെ ദഹനം വേഗം എളുപ്പമാക്കാനും ആരോഗ്യത്തിനും പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ ആവശ്യമായ ഒട്ടും ചിലവില്ലാത്ത ഒരു കാര്യമാട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും പുറത്തിറങ്ങാഞ്ഞിട്ടൊരു ഉഷാറില്ല നമ്മളെ മക്കൾക്ക്. സാധാരണ നമ്മൾ നെറ്റിൽ റിങ്ങിൽ പുറത്തൊക്കെ ഇറക്കലുണ്ട്. ഇപ്പം നല്ല മഴയാണ്, പുറത്തിറക്കാനേ പറ്റൂല, ആരും പുറത്തിറക്കണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരു ഉഷാറ് കുറവുണ്ട് എല്ലാവർക്കും. അപ്പം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വേറെ ഒന്നല്ല, അത് ഒരു പപ്പായൻ്റെ ഇല കേട്ടോ. അപ്പോൾ എല്ലാവരും വിചാരം എന്താണെന്ന് വെച്ചാൽ പപ്പായ ഇല കോഴിൻ്റെ മുട്ട ഉൽപ്പാദനത്തിനാണ് ഏറ്റവും നല്ലത്. മുട്ട ഇടാൻ വേണ്ടിയിട്ടാണ് പപ്പായൻ്റെ ഇല അരിഞ്ഞു കൊടുക്കുന്നത്. മുട്ട ഉൽപ്പാദനം ഉണ്ടാവും, വർദ്ധിക്കും പപ്പായ ഇല കൊടുത്താൽ, ശരിയാണ്. പക്ഷേ അത് മുട്ട ഉൽപ്പാദനത്തിന് വേണ്ടി മാത്രമല്ല കേട്ടോ. അപ്പോൾ നമ്മൾ വലിയ കോഴിക്കും ചെറിയ കോഴിക്കും എല്ലാ കോഴികൾക്കും വളരെയധികം ആവശ്യമായ ഒരു ഇലയാണ് ഈ പപ്പായൻ്റെ ഇല കേട്ടോ. അപ്പോൾ പപ്പായൻ്റെ ഇല നമ്മൾ ഒരു 3-4 മാസമൊക്കെ ആയ കോഴിമക്കൾക്കാണെങ്കിൽ നമുക്ക് അത് തീറ്റൻ്റെ കൂടെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു കുഞ്ഞു കോഴികൾക്ക് എത്ര ദിവസം മുതലാണ് നമ്മൾ കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് വിശദമായിട്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതാ പപ്പായൻ്റെ ഇല നമ്മൾ പപ്പായൊക്കെ നമ്മൾ നട്ടതാട്ടോ. അപ്പോൾ മുന്നിലും കുറേ ഉണ്ടായിട്ടുണ്ട്, ബാക്കിലും കുറേ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വീട്ടിൽ ഒരു പപ്പായ പോലും ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒരു തയ്യെങ്കിലും ഒന്ന് കുത്തിയിടുക. അപ്പോൾ ഈ ഒരു മഴക്കാലത്ത് വേഗം തന്നെ പിടിച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ കോഴി വളർത്തുന്നവർക്ക് ഏറ്റവും ആവശ്യമായ ഒരു ഇല കേട്ടോ അത്. അപ്പോൾ നമുക്ക് ആകെ ഒരൊറ്റ ഒരു ഇലേൻ്റെ ആവശ്യമുള്ളൂ കേട്ടോ. ഇവിടെ ഒറ്റ ഒന്ന് മതി, നമ്മൾ കോഴിക്കുട്ടികൾക്ക് വേണ്ടി മാത്രം കേട്ടോ ഒന്ന് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇല എടുത്തിട്ട് അധികം പഴുക്കാത്ത ഇല കേട്ടോ, പച്ച ഇല നോക്കിയെടുക്കണേ. അപ്പോൾ ഒരു ഇല എടുത്തിട്ട് നമ്മൾ നല്ലപോലെ അരിച്ചെടുത്ത് വരിക കേട്ടോ. നല്ലപോലെ അരച്ചെടുത്തിട്ട് അപ്പോൾ കുറച്ചേ ഉള്ളൂ, ഒരു ഇലല്ലോ അരച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് മതി, ഇത്രയും മതി. ഇത് നമ്മൾ 2 കോഴിക്കുട്ടികൾക്ക് അല്ല 2 ബാച്ച് മക്കൾക്ക് ആവശ്യമുള്ള കേട്ടോ ഇത്. അപ്പോൾ ഇത് നല്ലപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് എങ്ങനെ കൊടുക്കണമെന്ന് വെച്ചാൽ ഇത് നമുക്ക് ആഴ്ചയിൽ 1-2 ദിവസം കൊടുക്കട്ടോ. ഇത് ഡെയിലി കൊടുക്കാൻ പാടില്ല, ആഴ്ചയിൽ 1-2 ദിവസം കൊടുക്കുക. ഇത് കൊടുത്താൽ കോഴികളുടെ ദഹനം സുഗമമാവും. പിന്നെ അവർക്ക് പ്രതിരോധ ശക്തി കൂടും. പ്രതിരോധ ശക്തി പറഞ്ഞാൽ ഈ ഒരു മഴക്കാലത്താണല്ലോ അധികം അസുഖങ്ങൾ വരുന്നത്. അപ്പോൾ അസുഖങ്ങൾ വരാതെക്കാം. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1 ലിറ്ററിലേക്ക് 5 മില്ലി ആട്ടോ ചേർക്കേണ്ടത്. ഇപ്പോൾ ഇത് 2 ലിറ്റർ വെള്ളമുണ്ട്, ഞാൻ 10 മില്ലി ചേർത്തിട്ടുണ്ട്. 5 മുതൽ 10 മില്ലി വരെ 1 ലിറ്ററിൽ ചേർക്കാം. പക്ഷേ അത്ര ആവശ്യമില്ല, അധികം ആവണ്ടല്ലോ. അപ്പോൾ കുറഞ്ഞ അളവിൽ മതി. അപ്പോൾ ഇത് 2 ലിറ്ററിലേക്ക് 10 മില്ലിയാണ് ചേർത്തിട്ടുള്ളത്. അങ്ങനെ നമ്മൾ വരെ വെള്ളപാത്രത്തിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവർക്ക് കൊടുത്തു നോക്കുക. രാവിലെയാണ് കൊടുക്കാൻ ഏറ്റവും നല്ലത് കേട്ടോ. രാത്രി വെള്ളമൊന്നും വെച്ച് കൊടുക്കാതെ രാവിലെ നമ്മളിത് ഈ വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ ഇവർ ഓടി വന്ന് കുടിക്കും കേട്ടോ. പക്ഷേ ഇന്ന് രാവിലെയൊക്കെ നല്ല മഴ അതിനെക്കൊണ്ട് നമ്മൾക്ക് വെള്ളം ഇല എടുക്കാൻ പോകാനൊന്നും പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് ആണ് ഇവർ വല്ലാതെ കുടിക്കാതെ അങ്ങനെ നിൽക്കുന്നത്. രാവിലെ പച്ചവെള്ളമൊക്കെ കുടിച്ചുകൊണ്ടാണ് ഇവർ കുടിക്കാത്തത്. അപ്പോൾ നമ്മൾ തുളസീൻ്റെ ഇലയും കഞ്ഞിക്കൂർക്കലിൻ്റെ ഇലയും അങ്ങനെ എന്ത് പച്ചില മരുന്ന് എന്ത് കൊടുക്കുകയാണെങ്കിലും നമ്മൾ രാവിലെ കൊടുക്കട്ടോ. അപ്പോൾ രാത്രി വെള്ളം കുടിക്കാതെ ഇവർ നമുക്ക് രാവിലെ വെച്ച് കൊടുക്കുമ്പോൾ ഇവർ വേഗം കുടിച്ചോളേ. അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിത് രാവിലെ വെള്ളം കൊടുത്തുകൊണ്ട് ആർക്കും ഒന്നും വല്ലാതെ ആവശ്യമില്ല. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ കോഴിക്കുട്ടികളെ കൂടിൻ്റെ അടിഭാഗം നെറ്റാണ് കേട്ടോ. അപ്പോൾ ഈ മഴക്കാലത്ത് ഏറ്റവും ഉപകാരമുള്ളൊരു കൂടാണിത് കേട്ടോ. എന്താ വെച്ചാൽ നമ്മൾ കോഴിക്കുട്ടികളെ പുറത്ത് വിടില്ല. ഒരു കാഷ്ടത്തിലും വെള്ളത്തിലും നിന്നിട്ട് കാലിനൊക്കെ ഈ ഒരുമാതിരി അസുഖമുണ്ട്, ബമ്പിൾ ഫൂട്ട് തന്നെ, അതൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ നെറ്റ് കൂടാകുമ്പോൾ നമ്മൾക്ക് അസുഖങ്ങൾ ഒരു പരിധി വരെ വരാതെ സൂക്ഷിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ അപ്പോൾ മരക്കൂടിനെക്കാട്ടിലും നല്ല നെറ്റാണ് അടിഭാഗത്ത് ഈ ഒരു മഴക്കാലം കഴിയണവർ കേട്ടോ. മഴക്കാലത്ത് വൃത്തി ഉണ്ടാവുക ഇങ്ങനത്തെ കൂടുകളാണ്. അപ്പോൾ നമ്മൾ തീറ്റയായാലും വെള്ളമായാലും ഒക്കെ അടിഭാഗത്തൂടെ പോയിക്കോളും. അപ്പോൾ കൂട്ടിൽ അധികം ഇത് ഉണ്ടാവില്ല, കച്ചറൊന്നും ഉണ്ടാവില്ല. എന്നാൽ കൂടിനൊരു വൃത്തി ഉണ്ടാവുകയും ചെയ്യും കേട്ടോ. ഈ ഒരു പപ്പായ വെള്ളം കൊടുക്കുന്നത് നമ്മൾ 10 ദിവസം കഴിഞ്ഞ കോഴിക്കുട്ടികൾക്കാട്ടോ. 10 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമാണ് നമ്മൾ ഈ വെള്ളം കൊടുക്കുന്നത്. ആഴ്ചയിൽ 2-3 പ്രാവശ്യം, 2 പ്രാവശ്യം കൊടുത്താൽ തന്നെ മതിയാവും. പിന്നെ ഇത് വിരശല്യം കുറയ്ക്കാനും വളരെ നല്ലൊരു വെള്ളമാട്ടോ. അപ്പോൾ വളരെ ഒരു നല്ലതാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ഒന്ന് കൊടുത്തു നോക്കാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് കൊടുത്ത് നോക്കുക. പിന്നെ മഴക്കാലമാണ്, കഞ്ഞിക്കുറുക്കലും തുളസീൻ്റെ നീര് അത് നമുക്ക് 1-1.5 അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോഴോ കൊടുക്കുക. ഈ ഒരു വെള്ളം ആഴ്ചയിൽ 2 ദിവസം കൊടുക്കുക. അങ്ങനെയൊക്കെ നമ്മൾ മാറി മാറി കൊടുത്തു നോക്കിയാൽ തന്നെ മഴക്കാലം നല്ല രീതിയിൽ നമുക്ക് ഇവരെ രക്ഷിച്ചെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ.